രാത്രി എന്നാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇരുണ്ടിരിക്കുന്ന കാടുകൾ, വിചിത്ര ജന്തുക്കൾ, പ്രേതം, പിന്നെ നമ്മുടെ ചന്ദ്രൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണ് ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രനാണ്. ഇങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ചന്ദ്രഗ്രഹണം എന്ന് വെച്ചാൽ സൂര്യന്റെ പ്രകാശം ഭൂമി മറച്ച് ചന്ദ്രനെ ഇരുട്ടിലാക്കുന്നു എന്ന പ്രതിഭാസമാണ് ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യം സൂര്യൻ, പിന്നെ ഭൂമി, പിന്നെ ചന്ദ്രൻ എന്നൊരു ഓർഡറിലാണ് വരുന്നത്. ഈ ലൂണാർ എക്ലിപ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ടോട്ടൽ ലൂണാർ എക്ലിപ്സും പിന്നെ പാർഷ്യൽ ലൂണാർ എക്ലിപ്സും. ടോട്ടൽ എന്ന് വെച്ചാൽ പേരിലുള്ളതുപോലെ തന്നെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മുഴുവനായി മറയ്ക്കുന്ന പ്രതിഭാസം. പിന്നെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മുഴുവനായി മറക്കുന്ന സമയത്ത് ചന്ദ്രൻ ചുമന്ന നിറത്തിലാകും. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് മൂൺ. ഇതാവുന്നതിന്റെ കാരണം സൂര്യനിൽ വരുന്ന പ്രകാശം ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ കൂടെ കടന്നു വരുമ്പോൾ പ്രകാശത്തിലുള്ള വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റുകൾ സ്കാറ്റർ ചെയ്യും. എന്ന് വെച്ചാൽ വയലറ്റ്, ബ്ലൂ, ഗ്രീൻ എന്ന ലൈറ്റുകൾ ചിതറിപ്പോകും. പിന്നെ വേവ് ലെങ്ത് കൂടിയ പ്രകാശങ്ങൾ എന്ന് വെച്ചാൽ റെഡ്, ഓറഞ്ച്, യെല്ലോ എന്ന ലൈറ്റുകൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടും. അങ്ങനെയാണ് നമുക്ക് ചുമന്ന സൂര്യൻ അഥവാ ബ്ലഡ് മൂണിനെ കാണാൻ കഴിയുന്നത്. ഇനിയാണ് പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ ഭാഗികമായി ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന പ്രതിഭാസം. ഇത് നടക്കുന്ന സമയത്ത് ബ്ലഡ് മൂൺ കാണില്ല. ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മുഴുവനായി കവർ ചെയ്യുകയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും വരും. നന്ദി, നമസ്കാരം.